ഞാൻ പറഞ്ഞു ഇതിനേക്കാൾ വലിയ മുന്നണിയെ നിൽക്കുകയാണ് എൽ ഡി എഫ് എന്ന് പറഞ്ഞാൽ എൽ ഡി എഫിന്റെ ചരിത്രത്തിലെ ഒരുപക്ഷെ 61-69 കഴിഞ്ഞാൽ ഏറ്റവും വലിയ മുന്നണിയാണ്. CPM ഉണ്ട്, CPI ഉണ്ട്, കേരള കോൺഗ്രസ് ഉണ്ട്. അവിടെ ഒരു കല്ലേടിയും ഇല്ലാത്ത സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഏതാണ്ടൊക്കെ പൂർത്തിയായി അവിടെ വളരെ സുഗമമായി മുന്നോട്ട് പോകുന്നു. അവിടെ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ലോ. എന്താണ് ശ്രീകുമാർ? അവിടെ ആരും പ്രൊവോക്ക് ചെയ്യാൻ പോകുന്നില്ല, ആരുടെ പ്രൊവോക്കേഷൻ അവർ കേൾക്കേണ്ടി വരുന്നില്ല. എന്തുകൊണ്ടാണ് കോൺഗ്രസ് മാത്രം അങ്ങനെ വൾണറബിളായി നിൽക്കുന്നത്? അല്ലെങ്കിൽ UDF മാത്രം CPM ഒന്ന് പ്രകോപിച്ചാൽ അങ്ങ് പ്രകോപിതരായി എല്ലാം കൂടി ചാടി ഇറങ്ങാൻ വേണ്ടി അങ്ങ് വൾണറബിളാവുന്നത് എന്തുകൊണ്ടാണ്? കോൺഗ്രസിനാണല്ലോ പ്രകോപിപ്പിച്ചത്, ലീഗിന്റെ. ഞാൻ പറഞ്ഞുതരാം. കോൺഗ്രസ് കേന്ദ്രം ഭരിച്ചിരുന്ന പാർട്ടിയാണ്. CPM അങ്ങനെയല്ല. അപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്ക്, ദേശീയ കക്ഷിക്ക് കൂടുതൽ സീറ്റ് ആവശ്യം എപ്പോഴും വരും. അതാണ് ലീഗ് കൊടുത്തിട്ടുള്ളതും. ലീഗ് മലപ്പുറവും മഞ്ചേരിയും അല്ലെങ്കിൽ പൊന്നാനിയും ഒക്കെ മത്സരിച്ച് നിന്നത് അതുകൊണ്ടാണ്. ലീഗിൻ്റെ ആ ഒരു സൗമനസ്യത്തെ കോൺഗ്രസ് എക്കാലത്തും അംഗീകരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ അഹമ്മദിൻ്റെ മന്ത്രിസ്ഥാനം. ഇവിടെ ഞാൻ പറഞ്ഞ LDF എവിടെയാണ് പ്രശ്നമില്ലാത്ത കാശ്മീർ? LDF പ്രശ്നങ്ങൾ മാധ്യമങ്ങൾ ചർച്ചയാക്കുന്നില്ല. കാരണം എന്താണ്? LDF ഘടകകക്ഷികൾ ലീഗിനോളം പോകുന്ന ശക്തി അവർക്കില്ല. അപ്പം നിങ്ങൾ ചർച്ചയാക്കുന്നില്ല. ഞാൻ ഉദാഹരണം പറയാം. RJD, നമ്മുടെ ശ്രേയംസ് കുമാറിൻ്റെ രാഷ്ട്രീയ ജനതാദൾ, അവർക്ക് കിട്ടിയ കോർപ്പറേഷൻ ബോർഡ് ചെയർമാൻ പദവി രാജിവെക്കാൻ തീരുമാനിച്ചു. വലിയ ചർച്ചയൊന്നും ഉണ്ടാക്കിയില്ല. നിങ്ങൾ നോക്കൂ, അവിടെ കേരള കോൺഗ്രസിൻ്റെ പോട്ടെ, അവരൊരു സീറ്റ് വെറുതെ ചോദിക്കാൻ വേണ്ടി ചോദിച്ചു. പക്ഷേ ഇത്തവണ ലീഗിൻ്റെ ചോദ്യം എന്ന് പറയുന്നത് ഗൗരവതരമാണ്, സംശയമില്ലാത്ത കാര്യമാണ്. അത് എല്ലാ കോൺഗ്രസ് നേതാക്കളും പറയുന്നുണ്ട്. ലീഗിന് അർഹതയുണ്ടെ കൊടുക്കണം. അതിന് തെറ്റൊന്നുമില്ല. അർഹതയുണ്ടെന്ന് പറയലല്ല, കാര്യം കൊടുക്കണം. ഞാൻ പറയാൻ കാരണം സമ്മർദ്ദത്തിലായതിന്റെ പിന്നിൽ CPM-ന്റെ അങ്ങനെയാണോ? ശ്രീപ്രകാശൻ അങ്ങനെയുണ്ടോ? നിരന്തരം ലീഗിനെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ടോ മുസ്ലിം ലീഗ്? ഇന്ന് EP ജയരാജൻ പറയുകയാണ് ലീഗിനെ പരിഹസിക്കുകയാണ് കോൺഗ്രസ് എന്ന് പറയുകയാണ്. ഇന്നലെ മന്ത്രി P രാജീവ് പറയുകയാണ് ലീഗിന് 3ാം സീറ്റിന് വേണ്ടി യാചിക്കേണ്ടി വരുമെന്ന് പറയുകയാണ്. എന്തിനാണ് മറ്റൊരു മുന്നണിയിലുള്ള അവരുടെ ഒരു ഘടകകക്ഷിയെ പറ്റി CPM-ന് അത്ര കണ്ടങ്ങ് വേവലാതിയും ആദിയും? ശ്രീപ്രകാശൻ മാസ്റ്റർ, എന്തൊരു വിചിത്രമായ വാദമാണ്. UDFൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു പാർട്ടിയെ CPM പ്രകോപിപ്പിക്കുന്നതുകൊണ്ടാണ് അവർ സീറ്റുകൾ അധികം ചോദിക്കുന്നത് എന്നുള്ളത് വിചിത്രമായൊരു വാദമല്ലേ? എന്തുകൊണ്ടാണ് ലീഗിൻ്റെ അണികൾ നിർബന്ധമായി 3 സീറ്റ് വാങ്ങണം എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നത്? അവർ നേതൃത്വത്തോട് ചെലുത്തുന്ന സമ്മർദ്ദത്തിൻ്റെ ഉള്ളടക്കം എന്താണ് ലീഗ് കോൺഗ്രസിനോട് എഡമൻ്റായ നിലപാട് സ്വീകരിക്കുന്നത്? ഇത് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയം പരിശോധിക്കുന്ന ആർക്കും പകൽ വെളിച്ചം പോലെ വ്യക്തമാകുന്ന ഒരു കാര്യമാണ്. ഈ ലീഗ് അണികൾക്കെതിരായിട്ട് രാജ്യവ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് അന്യായങ്ങൾ, അവരുടെ ആവശ്യങ്ങളോട് തികച്ചും നിഷേധാത്മകമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ടേക്ക് പോകുന്നു. അത്തരമൊരു സന്ദർഭത്തിൽ അതിനോട് പ്രതികരിക്കാൻ കോൺഗ്രസ് എന്ന് പറയുന്ന ലീഗിൻ്റെ മുന്നണിയുടെ നേതാവ് അവർക്ക് സാധ്യമാകുന്നില്ല എന്നുള്ള വിഷയം ലീഗ് അണികളെ കുറച്ചൊന്നുമല്ല പ്രകോപിപ്പിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി സമീപകാലത്തുണ്ടായ കുറേ സംഭവങ്ങൾ നോക്കുക. നിങ്ങൾ പലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യം, രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം, അതുപോലെ തന്നെ ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങളിലെല്ലാം ലീഗിൻ്റെ അണികൾ കോൺഗ്രസിൻ്റെ നിലപാടിനോട് നല്ല നിലയ്ക്ക് യോജിക്കുന്നുവെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഈ വിഷയങ്ങളെല്ലാം ഒളിഞ്ഞും തെളിഞ്ഞും ലീഗിൻ്റെ ആളുകൾ പ്രകടിപ്പിച്ച അഭിപ്രായങ്ങൾ കോൺഗ്രസിനെതിരായിട്ടുള്ളവയാണ് എന്നുള്ളത് ആർക്കറിയാതിരിക്കുന്നത്? ഇനി ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യം പരിശോധിക്കുക. നവകേരള സദസ്സിൽ പ്രതിപക്ഷം പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം, അതുപോലെ തന്നെ ഡൽഹി സമരത്തിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം, പലസ്തീൻ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യോജിച്ച സമരം നടത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയം, അതിലെല്ലാം ലീഗ് ആദ്യം പ്രകടിപ്പിച്ച അഭിപ്രായം നിങ്ങൾക്കറിയാമല്ലോ. ലീഗ് നേതാക്കന്മാർ പത്രക്കാരോട് പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങളെല്ലാം മുമ്പിലുണ്ട്. പക്ഷേ പിന്നീട് കോൺഗ്രസ് അനുവദിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ഈ നിലപാടിലേക്ക് എത്തുന്നു എന്ന് അവർ പറയുകയുണ്ടായി. നിങ്ങൾ പാർട്ടികൾക്കകത്തുണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ, ഉയർന്നു വരുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന വികാരത്തിൻ്റെയും അതുപോലെ തന്നെ പ്രകോപനത്തിൻ്റെയും ഭാഗമാണ് ഇത് തിരിച്ചറിയാൻ വേണ്ടി കഴിയണം. ഇവിടെ കോൺഗ്രസ്സിന് സ്ഥിരമായിട്ട് വഴങ്ങുന്നൊരു പാർട്ടിയാണ് ലീഗ് എന്ന് പറയുന്ന വികാരം ലീഗ് അണികൾ ശക്തമാണ്. എന്ത് പറഞ്ഞാലും അവസാനം കോൺഗ്രസ് പറയുന്ന കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്നു, അതിന് വഴങ്ങേണ്ടി വരുന്നു. ഇത് ഇന്നു മുതലല്ല, ബാബരി പള്ളി പൊളിക്കാനിടയായിട്ടുള്ള കാലം മുതൽ ഇങ്ങോട്ട് നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ കോൺഗ്രസ്സിന് വഴങ്ങുന്നൊരു പാർട്ടിയായിട്ട് ലീഗ് നിൽക്കുന്നു. ഇപ്പോഴാവട്ടെ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള വലിയ വേട്ട BJPയുടെ ഭാഗത്ത് നടക്കുമ്പോൾ അതിനും കാര്യമായി പ്രതികരിക്കാൻ കോൺഗ്രസ് ഇല്ല. ഇടതുപക്ഷമാണ് കുറെ കൂടി ശക്തമായി പ്രതികരിക്കുന്നത്. CPM നിലപാടാണ് അക്കാര്യത്തിൽ കുറെ കൂടി നല്ലത് എന്ന് ലീഗിൻ്റെ ധാരാളം അണികൾക്ക് വിശ്വസിക്കേണ്ടി വരുന്നു. അത്തരമൊരു സന്ദർഭത്തിൽ ഉയർന്നു വരുന്ന സമ്മർദ്ദത്തെ CPM ഉണ്ടാക്കുന്ന പ്രകോപനം എന്ന് പറയാനല്ല വേണ്ടത്. രാജ്യത്തിലെ യാഥാർത്ഥ്യത്തെ കാണാത്ത കോൺഗ്രസിന് നിലപാടുണ്ടാക്കുന്ന പ്രശ്നമാണ്.
അത് കാണുന്നതിന് പകരം അതോ CPM ആണ് പ്രശ്നമുണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ശരിയാകുമോ? അല്ല ശ്രീ പ്രകാശൻ, ഇവിടെ ലീഗിന്റെ അണികൾക്ക് കോൺഗ്രസിന്റെ നിലപാടിനകത്ത് UDF ഭാഗമാണല്ലോ ലീഗ്, ആ ഒരു നിലപാടിനോട് യോജിപ്പുണ്ടോ? അതായത് നിങ്ങൾ പരിശോധിക്കേണ്ടത്. ലീഗ് അണികൾ അസ്വസ്ഥമാണ് കോൺഗ്രസിന്റെ നിലപാടിൽ. UDF തങ്ങളുടെ വികാരങ്ങൾ മാനിക്കാനാവുന്നില്ല എന്ന നിലക്കുള്ള നല്ല വികാരം അവരെ സംബന്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് തികച്ചും അവകാശപ്പെടും. ഇപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കന്മാർ എല്ലാവരും പറഞ്ഞു, ഇന്നലെ പിന്നെ മുരളീധരനടക്കം പറഞ്ഞല്ലോ, അവർക്ക് അർഹതപ്പെട്ട സീറ്റാണ്. അതുകൊണ്ട് അർഹതപ്പെട്ടത് എന്ന് എല്ലാവരും അംഗീകരിക്കുന്ന സീറ്റ് വാങ്ങിച്ചെടുക്കാതെ ഇത്തവണയും സ്ഥിരമായിട്ട് കോൺഗ്രസിന് വഴങ്ങുന്ന ഒരു പാർട്ടിയായിട്ട് ലീഗ് മാറാൻ പാടില്ല. ആ വികാരം ശക്തമാണ്. അല്ല എല്ലാ കാലത്തും അല്ല സി എം പ്രകാശം മാഷ് എല്ലാ കാലത്തും കോൺഗ്രസിന് വഴങ്ങേണ്ടി വരുന്ന ദുർഗതിയുള്ള പാർട്ടിയാണ് ലീഗെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ് കോടിയേരി ബാലകൃഷ്ണന്റെ ഒരു പ്രസ്താവന ഔട്ട് ഓഫ് നത്തിങ്ങിൽ ഉണ്ടാക്കിയ ചർച്ചയാണ്. അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റും തുടർന്ന് കോടിയേരിയും പറഞ്ഞ ഒരു ചർച്ചയാണ്. അന്ന് കോടിയേരി പറയുകയാണ്, UDF നേതൃത്വം കോൺഗ്രസ് മുസ്ലിം ലീഗിന് കൈമാറി എന്ന് പറയുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. കോൺഗ്രസ് മതനിരപേക്ഷ നിലപാട് ലീഗിന് അടിയറ വെച്ചിരിക്കുകയാണ്. UDF നേതൃത്വം MM ഹസൻ, കുഞ്ഞാലിക്കുട്ടി അമീർ എന്നിവർക്ക് കൈമാറി എന്ന് കോടിയേരി ആരോപിക്കുകയാണ്. അപ്പോൾ അന്നത്തെ ആ പ്രതികരണം എന്തുകൊണ്ടാണ്? ലീഗിനോട് CPM ഇത്രത്തോളം നിറഞ്ഞ സ്നേഹമുള്ളവരാണെങ്കിൽ എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അജണ്ടകൾക്ക് വിധേയമായി ലീഗ് പ്രവർത്തിക്കുന്നുവെന്നും ആ ലീഗിന് കോൺഗ്രസ് നേതൃത്വം അതിൻ്റെ മതേതര നിലപാട് അടിയറ വെച്ചു എന്നും CPM സംസ്ഥാന സെക്രട്ടറി അന്ന് പറഞ്ഞു എന്തുകൊണ്ടാകാം ശ്രീ എം പ്രകാശം മാസ്റ്റർ? അതത് അവസരങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ വിലയിരുത്തിക്കൊണ്ടാണ് ഞങ്ങൾ നിലപാടെടുക്കുന്നത്. ഇപ്പോൾ ലീഗ് ഒരു തീവ്ര മുസ്ലിം നിലപാട് സ്വീകരിക്കുന്ന അല്ലെങ്കിൽ മുസ്ലിം ഫണ്ടമെന്റലിസ്റ്റുകൾ സ്വീകരിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണെന്ന് പരിശോധിക്കുമ്പോൾ അങ്ങനെയല്ല എന്നുള്ളത് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതത് അവസരത്തിൽ നിലപാട് സ്വീകരിക്കുമെന്ന് പറയുമ്പോൾ വോട്ടിന് വേണ്ടി നിലപാട് സ്വീകരിക്കുന്നു എന്നൊരു അർത്ഥം കൂടി അതിനുണ്ട്. തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ഇപ്പൊ ഓരോരോ അവസരങ്ങൾ ഓരോരോ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് മാഷ് പറഞ്ഞാൽ അതത് ഓരോ തെരഞ്ഞെടുപ്പിൽ ഏത് നിലപാടാണോ വോട്ട് കിട്ടാൻ സ്വീകാര്യമാവുക അതിലേക്ക് നിങ്ങൾ നിലപാട് സ്വീകരിക്കുന്നു എന്നൊരു അർത്ഥം വരും. അടവ് നയം എന്തൊക്കെ പറഞ്ഞാലും അന്ന് അങ്ങനെ പറയാനുള്ള സാഹചര്യം എന്തായിരുന്നു ശ്രീ പ്രകാശ് മാഷെ? അന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങൾ ഒന്നാകെ ലീഗ് ഏറ്റുവാങ്ങുകയും ആ ലീഗിൽ കോൺഗ്രസ് അതിന്റെ സെക്യുലറിസം കൊണ്ട് കാഴ്ചവെച്ചു എന്ന് ഗുരുതര ആരോപണം ഉന്നയിക്കാനിടയ കാരണം എന്തായിരുന്നു? ഹസൻ, അമീർ, കുഞ്ഞാലിക്കുട്ടി എന്നൊരു വർഗീയ ത്രയം CPM രൂപീകരിക്കാനിടയ കാരണം എന്താണ്? അന്ന് ആവശ്യമുള്ള വോട്ട് ബാങ്ക്, അന്ന് ആവശ്യമുള്ള വോട്ട് കിട്ടാനുള്ള നയം അതാണ്. അതുകൊണ്ട് അപ്പോൾ സ്വീകരിച്ചു. ഇപ്പോഴിതാണ് ഇതുകൊണ്ട് ഇപ്പോൾ സ്വീകരിക്കുന്നത് അല്ലേ? അർത്ഥം എന്താണ്? സിമ്പിൾ ഭാഷയെ പറഞ്ഞാൽ ഞങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ടുള്ള നിലപാടുകളുണ്ട്. ആ നിലപാടുകൾ വെച്ചുകൊണ്ടും അല്ലാതെ ഞങ്ങൾ ഒരു കാര്യങ്ങളെ വിലയിരുത്താറില്ല. ഇപ്പോൾ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ 2 തരം ചിന്താഗതികളുണ്ട്. ഒന്ന്, ശക്തമായ നിലക്ക് തീവ്രവാദത്തിലൂടെ ഈ പറയുന്ന വർഗീയതയെ ചെറുക്കുകയാണ് വേണ്ടത്. ഈ വികാരം വളരെ ശക്തമാണ്. അത് കൈകാര്യം ചെയ്യുന്ന മുസ്ലിം സംഘടനകളുണ്ട്. അതല്ല, ജനാധിപത്യപരമായിട്ട് ഇവിടെയുള്ള ഈ പറയുന്ന മതനിരപക്ഷ കക്ഷികളെ ആകെ യോജിപ്പിച്ച് ഈ ഇന്ത്യക്കകത്തുള്ള വർഗീയതയെ ചെറുക്കുകയാണ് വേണ്ടത് എന്നുള്ള വികാരവും ന്യൂനപക്ഷങ്ങളിൽ ശക്തമായ നിലക്കുണ്ട്. ഇതിന് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ രാഷ്ട്രീയ താല്പര്യം വെച്ചിട്ട് അപഭ്രംശം ഉണ്ടാവുന്ന ലീഗിൻ്റെ ഭാഗത്തുനിന്ന് ആ സന്ദർഭങ്ങളിൽ ഞങ്ങളിതിനെ എതിർക്കും. എന്നാൽ പൊതുവിലുള്ളവരുടെ നിലപാട് പരിശോധിക്കുമ്പോൾ ആ നിലപാടിനെ സംബന്ധിച്ച് ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും ഇന്ത്യയിലുള്ള ഒരു സമകാലീന യാഥാർത്ഥ്യം എന്താ? ഏറ്റവും ഒടുവിലായി നടന്നിരിക്കുന്ന വിഷയങ്ങൾ വെച്ചുകൊണ്ട് പരിശോധിക്കുമ്പോൾ വർഗീയത അങ്ങേ തലയിലേക്ക് അടുക്കുകയാണ്. ഇന്ത്യ ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി കഴിയാത്തൊരു നാടായി മാറ്റാനുള്ള എല്ലാ ശ്രമങ്ങളുമായിട്ട് BJP ഗവൺമെന്റ് മുന്നോട്ടേക്ക് പോകുന്നു. അങ്ങനെ മുന്നോട്ടേക്ക് പോകുമ്പോൾ അതിനെ ചെറുക്കാൻ കോൺഗ്രസ് ഇല്ല. ഹിന്ദു വോട്ട് തങ്ങൾക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള കാര്യം വെച്ചുകൊണ്ട് അവർ മൃദുവായ ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്നു. അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ രാമക്ഷേത്ര പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ട് തെളിവായിട്ട്. ഇപ്പോഴുള്ള ഈ ഏകീകൃത സിവിൽ കോഡ് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് എടുക്കാൻ വേണ്ടി പോകുന്ന സന്ദർഭത്തിൽ പോലും തങ്ങളുടെ നിലപാട് മതനിരപേക്ഷതയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ശക്തമായി സ്വീകരിക്കാൻ കെൽപ്പ് കാണിക്കാത്ത കോൺഗ്രസിനോട് നല്ല നിലക്ക് തന്നെ ന്യൂനപക്ഷങ്ങളിൽ വിയോജിപ്പുണ്ട്. അണികളുടെ വികാരമാണ്. എം പ്രകാശൻ പറയുന്നത് നേതാക്കളുടെ മാത്രം വികാരമല്ല, ബഹുഭൂരിപക്ഷം അണികളുടെയും വികാരമാണ്.